ഹലോ വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഒരു 3 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് വെളുത്തുള്ളി അല്ലി തൊലിയൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. 7 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും. ഇത് രണ്ടും വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഒരു വലിയ നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3/4 ടീസ്പൂൺ കായപ്പൊടി. പാൻ അടുപ്പത്ത് വെച്ച് കടുകും ഉലുവയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആറിയതിന് ശേഷം പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതിൽ 3/4 ടീസ്പൂൺ മാത്രമേ നമ്മൾ ഈ ഗാർലിക് പിക്കിളിൽ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും കടായി അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 7-8 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. വെളുത്തുള്ളിയെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് കുറച്ച് ആറുന്നവരെ വെയിറ്റ് ചെയ്യാം. ആറിയതിന് ശേഷം ഇതിൽ നിന്ന് പകുതി വെളുത്തുള്ളി എടുത്ത് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നേരത്തെ വെളുത്തുള്ളി ഫ്രൈ ചെയ്ത എണ്ണ ചൂടാക്കി അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും അരച്ചു വെച്ച വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് മുരിഞ്ഞു പോവാതെ നോക്കണം. ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ കളർ എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത പകുതി വെളുത്തുള്ളിയാണ് നമ്മൾ അരച്ചെടുത്തത്. ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതുമാത്രമല്ല പൊടിയുടെയൊക്കെ പച്ചമണം നമുക്ക് മാറിക്കിട്ടും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. വെള്ളമൊക്കെ വറ്റി എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3/4 ടീസ്പൂൺ കടുക് ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് പിക്കിളാണിത്. ഈ പറഞ്ഞ അളവിൽ എണ്ണ യൂസ് ചെയ്ത് നമുക്ക് ഈ പിക്കിള് 3 മാസം വരെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പിക്കിളാണിത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.